കൊടും ചൂട് വറചട്ടിയിലാക്കിയത് ക്ഷീരമേഖലയെ കൂടിയാണ്. വെള്ളവും പുല്ലും കിട്ടാനില്ലാതെ പാലുൽപാദനവും കുറഞ്ഞു. നഷ്ടം സഹിച്ച് മുന്നോട്ടു പോകാനാകാത്ത സ്ഥിതിയിലാണ് കർഷകർ. അമ്മുക്കുട്ടിയും കല്യാണിയും സുന്ദരിയും ഇവരുടെ മുഖം വാടുമ്പോൾ ജോയ് ചേട്ടൻ അങ്ങ് അസ്വസ്ഥനാകും. ചൂടുകൂടി ദാഹിച്ചിട്ടാണെങ്കിൽ എന്തു ചെയ്യും? വീട്ടിൽ വെള്ളം വറ്റി. പക്ഷെ മിണ്ടാപ്രാണികളുടെ കരച്ചിൽ അങ്ങനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദാഹം അകറ്റാൻ 2 ദിവസത്തിലൊരിക്കൽ 1000 രൂപ നൽകി 4000 ലിറ്റർ വെള്ളം ഇറക്കും. എന്നിട്ട് പിശുക്കി ഉപയോഗിക്കും. കുളിപ്പിച്ചു എന്നൊക്കെ വരുത്തി തീർക്കും. 17 പശുക്കളുടെ ഫാമുള്ള ജോയ്മോൻ ചേട്ടന് ഒരു ദിവസം 130 ലിറ്റർ പാൽ വരെ ലഭിച്ചിരുന്നു. ചൂട് കൂടിയതോടെ ഇപ്പോൾ കിട്ടുന്നത് 90 ലിറ്ററിനും താഴെ. അതായത് കഴിഞ്ഞ വർഷങ്ങളൊന്നും ഇതുപോലെ സംഭവിച്ചിട്ടില്ല. ഇപ്പം പശുവിന് വെള്ളം കുടിക്കാനും കുളിപ്പിക്കാനും എല്ലാം ആയിട്ട് വെള്ളം പുറത്തുനിന്ന് വിലയ്ക്ക് മേടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ്. 120-130 ലിറ്റർ അളന്നുകൊണ്ടിരുന്നത് ഇപ്പം 90 ലിറ്ററിലേക്ക് താഴ്ന്നു. അത്രയും പാലിൻ്റെ അളവാണ്. അത്രയും വരുമാന നഷ്ടമാണ് ഇപ്പം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനോടൊത്ത് ചിലവ് കൂടുതലും. പാറമടകളിൽ നിന്നുള്ള വെള്ളം കന്നുകാലികൾക്ക് എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും ക്ഷീരവകുപ്പും സഹായിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ പറയുന്ന പാറമടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കർഷകർക്ക് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അടിയന്തരമായി ചെയ്തു കൊടുത്തില്ല എങ്കിൽ ഇവിടുത്തെ ക്ഷീരമേഖലയിൽ നിന്നും കർഷകർ വലിയ തോതിൽ കൊഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം വർദ്ധിക്കുകയാണ്. കടുത്ത ചൂടിൽ അങ്ങനെയങ്ങ് മേയാൻ വിടാനും പറ്റില്ല. ഫാൻ അടക്കമിട്ട് തണുപ്പിക്കുകയും വേണം. കറണ്ട് ബില്ല് കുതിക്കും. ചുരുക്കത്തിൽ ചൂട് കൂടുമ്പോൾ നഷ്ടം കുത്തനെ അങ്ങ് കൂടി കുത്തുപാള എടുക്കുന്ന അവസ്ഥയിലായി ക്ഷീരകർഷകർ. റിപ്പോർട്ടർ, കോട്ടയം.